നിങ്ങളുടെ ആള് വേണോ? മറ്റേ ലങ്ങേര് അറിഞ്ഞൂടാണ് ഇത്. ഹലോ ഹലോ ഹലോ, പേരെന്താ? ഇതാരാ? എന്റെ പേര് ഒസാമ ബ്രോ. ഫുൾ നെയിം എന്താ? ഒസാമ 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 എന്ന് മാത്രമേ ഉള്ളോ? ഒസാമ ലാദൻ പറഞ്ഞോ ബ്രോ. ഒസാമ ലാദൻ. കണ്ണാപ്പിയെ കണ്ണം നടത്തടാ. ഒന്ന് കൈ പൊക്കിയോ ബ്രോ? ഒന്ന് കൈ പൊക്കിയേ. ഞാൻ അന്നേ നോക്കി വെച്ച കൈ വെക്കടാ. ഒന്ന് കൈ പൊക്കിയേ. എടാ ഇവനും തൂക്കിയടാ, ഇവനും തൂക്കിയടാ, ഇവനും തൂക്കിയടാ, ഇവനും തൂക്കി. നിന്റെ വീട്ടില് വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി. ആരോ കൊണ്ടുപോണേ, അടിച്ചു കയറ്റി കൊണ്ടുപോണ ആരോ. ഇവനെ കൊണ്ട് 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 കൊണ്ട്. നേരെ ഇല്ല ഗ്യാങ്സ് വരില്ല, ഗ്യാങ്സ് വരില്ല, ഗ്യാങ്സ് വരില്ല. കൊണ്ടുപോണത് നമ്മളിവിടെ നിൽക്കുന്നവരല്ലോ വന്നടാ, നമ്മളിവിടെ നിൽക്കുന്നവരല്ലോ വന്നടാ. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഇവര് ബാക്കപ്പ് ആണ്. അതുപോലെ ഈ എടുത്ത ആളെ വിഷയം ചന്ദൻ അറിയിക്കല്ലേ, നമ്മളിപ്പോ ഹോസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ആൾ ആരാന്ന് ചന്ദൻ അറിയിക്കല്ലേ. എന്തുപറ്റി ബ്രോ? ഹലോ ബ്രോ, എന്തുപറ്റി? അത് ഇപ്പൊ ആർക്കാ പറ്റാൻ പോകുന്നത് കാണിച്ചു തരാം. അണ്ണാ നല്ല ലൊക്കേഷനിൽ പോവാ. ഒരു ദിവസമാണ് ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് നിന്റെ 5.5 സെന്റ് സ്ഥലത്ത് നിന്റെ പ്രപ്പോസ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ തരാത്തോരല്ലാണ് നോക്കി വെച്ചേക്കുന്നത്. എടാ എടാ എടാ, സ്റ്റീവ് 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 എന്ന് പറഞ്ഞു വന്നേ. ആ തെറ്റിപ്പോയ ബ്രോ, അത് ഞാൻ റോലെ വിളിച്ച് ഇവൻ ബാക്ക് പൊളിച്ച്, ഇവൻ ബാക്ക് പൊളിച്ച്. ബാക്ക് പൊളിച്ചെന്ന് പറഞ്ഞാൽ സൂര്യബോസ. അതൊക്കെ ഒരു ബാക്കപ്പ് ആണ്. സോക്കിന്റെ ബാധി പോലും ഇല്ല. ഒന്നും വിളിച്ചിട്ടില്ല ബ്രോ. അതാ അവന്റെ ബാക്കപ്പ് വന്നിട്ടാ ബൈക്കില്. ഫുൾ ത്രോട്ടിൽ വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് മാവിലെ സാർക്ക് ലോറി ലെഫ്റ്റ്. എടാ ഇവൻ കയ്യിൽ നിന്ന് പോകാൻ നോക്കിക്കോണം കേട്ടാ. ഇല്ല കൈന്ന് പോകത്തില്ല. അതൊക്കെ നിന്റെ അതൊക്കെ നിന്റെ മറ്റേ വേറെ സ്ഥലത്ത് മനസ്സിലായി. ഇവിടെ കൈന്ന് പോകത്തില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. പറയണ ഞാൻ വഴിയെത്തി പോയിക്കോണ്ടിരിക്കുന്നു. അണ്ണ എവിടെ പോയി? ഇന്ന് പ്രശ്നങ്ങളൊന്നും പാടില്ലാത്ത ദിവസമല്ലേ ബ്രോ? എന്തോ കേട്ടില്ല. ബ്രോ ഒരാളെ തല്ലരുതെന്നല്ലോ ബ്രോ. നമ്മള് നിന്നെ തല്ലിയില്ലല്ലോ. ഓക്കെ ഓക്കെ സിറ്റുവേഷൻ ആയില്ലല്ലോടാ. എടാ ലൂപ്പോളിന്റെ ദൈവമാടാ ഞാൻ. നീ ഇനി പലതും പറ. എടാ ഒരു സ്ഥലം പറയടാ കണ്ണാത്തി. അല്ലല്ല സ്ഥലം ഞാൻ തരാം. ഇല്ല പഴയ പിഞ്ചാന്റെ അടുത്തുള്ള പമ്പില്ലേ ചെറിയൊരു പമ്പ്. ഹലോ ഞാൻ മാർക്കെടുത്തു. റൈറ്റ് ഞാൻ കുട്ടി പറഞ്ഞു. give me 10-15 minutes. I'm in an urgent situation. Okay, 10-15 Yeah, 15 minutes. ഞാൻ ലൊക്കേഷൻ പറഞ്ഞു. നേരെ പോകണം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി. പറ. ഒരു ഗുഹയുണ്ട്, ഗുഹയിലോട്ടോ. SRK ചന്ദ്രന്റെ ആളാ. ആണല്ലേ? ഇതൊക്കെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. നമുക്ക് രണ്ടും കൂടെ പോവാം. എന്നിട്ട് ബാക്കിയുള്ളവരെ ഫോൺ വിളിച്ചു വരാം. ഏത് ലൊക്കേഷനിലോട്ടാ പോണത് നീ? നേരെ ലെഫ്റ്റ്. ഇവിടുന്ന് ലെഫ്റ്റ്. ബ്രോ എവിടെയെങ്കിലും കൊണ്ട് നോക്കൂ, കുഴപ്പമൊന്നുമില്ല. ആരും ആ ലെഫ്റ്റ്. നേരെ വിട്ടാ ലെഫ്റ്റ്. ഈ ചാറ്റിൽ എന്താ ഇവിടെ? എന്താ ബാക്കിലോട്ടോ. നമുക്ക് ഫ്യൂൽ ഇല്ല. ലെഫ്റ്റ്. ഫ്യൂവലില്ലേ? അത് ക്യാനുണ്ട്. എന്റെ ക്യാനുണ്ട്. ഇതിന്റെ അകത്തൊക്കെ തൂക്കണ്ട. ഇതിന്റെ അകത്തൊക്കെ എല്ലാവർക്കും തൂക്കാം. റൈറ്റ്. ഹൈവേലോട്ട് എന്താ എന്ത് മൈര ഹൈവേലോട്ട് എന്താ കഴിച്ച എന്ത് പറ്റി? ലെഫ്റ്റ് ഹൈവേ. അങ്ങോട്ട് എന്ത് പറ്റി? ചാറ്റിൽ എന്താ പ്രശ്നം? ലെഫ്റ്റ്. അണ്ണാ എടാ ഒരു മിനിറ്റ്. അല്ല എന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തെങ്കിലും മെറ്റടിച്ചോ? എന്താ എനിക്ക് മനസ്സിലാവണല്ലോ. അറിയില്ല, തപ്പിക്കൊണ്ടിരിക്കുക. എനിക്കൊന്നും അവര് നല്ല പൊസിഷൻ തപ്പോന്ന് തോന്നണം. എടാ എവിടെ കണ്ണാപ്പി എങ്ങോട്ടാ? അണ്ണാ നേരെ വിട്ട് റൈറ്റ്. ഹൈവേലോട്ട് ഇറങ്ങും. താഴത്തെ ഹൈവേലോട്ട് ഇറങ്ങണം. ഹൈവേ എന്ത് ചെയ്യാനാ? അവിടെ തൊട്ടടുത്ത ലൊക്കേഷൻ ഉണ്ട്. ഗുഹയുണ്ട്. നമുക്ക് ഫ്യൂവൽ ഇല്ല. ഫ്യൂവൽ ഒന്ന് അടിക്കണം. ഞാൻ താഴെ ക്യാൻ അതിന്റെ അതിട്ട് തരാം. വണ്ടിക്ക് അതിട്ട് തരാം.
എന്നെ റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, മണി ട്രിപ്പിന് ലൊക്കേഷൻ കൊടുക്കുന്ന ലൊക്കേഷൻ കൊടുക്കരുത്. ലൊക്കേഷൻ കൊടുക്കരുത്. വാ എന്റെ പുറകെ മണി ട്രിപ്പിലോട്ട്. ശരിയാണല്ലോ എടാ മണി ട്രിപ്പിൽ പോണാ. ഹലോ 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 ബ്രോ, ഞാൻ നല്ലൊരു ലൊക്കേഷൻ പറയാം. ഓ നിന്റെ ലൊക്കേഷൻ നമുക്ക് വേണ്ട, നമുക്കറിയാം. ഞാനടാ ഞാനടാ മറ്റേ സ്കൂട്ടറിൽ എനിക്ക് സ്പീഡില്ല. നിങ്ങൾക്ക് ബാക്കപ്പ് വേണം തോന്നുന്നു. എവിടെ വേണ്ട പറയാതെ ബാക്കിലോട്ട് വണ്ടി ബാക്കിലോട്ട് ഇല്ല അവൻ വന്ന് ഫ്രണ്ട് വരും നോക്കുമ്പോൾ കാണും. ട്രക്കിനെ കൊണ്ടു, ഞാൻ കൊണ്ടുപോവാ. ട്രക്കിനെ കൊണ്ടോ? അങ്ങോട്ടോ ഞാൻ അങ്ങോട്ട് പോകും. നല്ല സ്പീഡിലാക്കാറുണ്ട്. അങ്ങോട്ട് വിട്ടു പോകും ചിലപ്പോ. മാർക്ക് ചെയ്യേ സാർക്കെ. ഇറങ്ങി ഇവനെ കൺപോയിന്റ് ചെയ്ത്. ഇവ അതിബുദ്ധിക്കാരൻ, ഇവൻ അതിബുദ്ധിയാണ്. ഇവനോട് നിർത്ത്. നീ ഒന്ന് കൺപോയിന്റ് ചെയ്ത്. ഹലോ നിന്റെ കൈബുക്ക്, നിന്റെ ഫോൺ എന്റെ തന്നെ. ഹലോ കൈബുക്ക്, നിന്റെ ഫോൺ ഫോൺ അടിയോ വീഡിയോ വല്ലതും ഉണ്ടോ? കൈബുക്ക്. എന്റെ പൊന്നു മുച്ചിറിന്റെ വാപ്പ ഇവിടെ മൂട്ടി തീയാ. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. കുറച്ച് വെള്ളം പറഞ്ഞടാ. അതോ അങ്ങനെ. അല്ല എടാ നിന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേടാ. ഹലോ ഫോൺ എടുത്ത് ബാങ്ക് എടുത്താ കൊണ്ട് നോക്കണ്ട അവന്റെ ഫുൾ നെയിം. എടാ ഇവന്റെ ഫോൺ റെഡി അല്ല ഇവന്റെ കയ്യിൽ എടുത്തടാ. എന്താ സ്റ്റീലോ ഇതെന്തെങ്കിലും? ഇവനൊക്കെ അതിബുദ്ധിക്കാരൻ. ഇവന്റെ 1-2 ഒക്കെ കാണും കേട്ടാ. ആർക്കോ വന്നു കേട്ടോ, അണ്ണനെ വന്നേ തോന്നു കേട്ടാ. എനിക്ക് ഒരു ഫോൺ വന്നു. അത് നോക്കണ്ട, അത് നോക്കി അന്ന് തുറന്നു നോക്കണ്ട അതിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. നിന്റെ പാസ്വേഡ് പറഞ്ഞേ. പാസ്വേഡ് പറഞ്ഞേ. ഒസാമ ലാദൻ, അമ്പത്തൂർ സിംഗം, ഡ്യൂക്ക്. അണ്ണാ ഇവൻ മെറ്റിയാണേ, SRK മെറ്റിയാണേ. എടാ ഇങ്ങോട്ടേക്കാ വരുന്നേന്ന്. എനിക്ക് കുറച്ച് ഹീലിങ്സ് വേണം. ആണോ? ഞാൻ SRK ഞാൻ വഴി തിരിച്ചു വിട്ടാണ്. ട്രക്ക് ഷോപ്പിന് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഇല്ല അത് നോക്കാം. ഞാൻ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുമല്ലേ ബ്രോ. വെൻ യു ആർ ഫ്രീ കോൾ മീ. കണ്ടായിരുന്നു ഇറക്കി വിട്ടല്ലോ നീ എന്നെ 5.5 സെന്റ് സ്ഥലത്തിന് വേണ്ടിട്ട്. ആ സഹറിനെ മറക്കത്തില്ല നിന്റെ ഭാഗത്തുനിന്ന്. അണ്ണാ ഞാൻ അത് ബ്രോക്ക് തെറ്റിദ്ധാരണ. ഞാനുമായിട്ടുള്ള ഞാനേ വഴി തിരിച്ചു വിട്ടാണ് SRK-നൊക്കെ. അവന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങനെയൊക്കെയോ. ആണല്ലേ? ഞാൻ വഴി തിരിച്ചു വിട്ടേ. ഞാൻ ട്രക്ക് ജോബിലാ പോയെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? അല്ല മിസ്റ്റർ ഒസാമ, ഏതെങ്കിലും ഫാമിലിയിലെല്ലാം ഉണ്ടോ? ലോറൊക്കെ ഉണ്ട്. അവളെ ഡ്രോപ്പ് ആക്കാൻ പോകുന്നു. സിറ്റിസൺ ആണ് ഒസാമ. എനിക്കൊരു കാര്യം അറിയണം. ഈ സിറ്റിയിലെ ഈ ഗൺസ് ഒക്കെ കൊണ്ട് നടക്കുന്ന വിൽക്കുന്നത് ഒസാമയാണെന്ന് എനിക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയത്തില്ല ബ്രോ, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒസാമയ്ക്ക് ഈ സിറ്റിസൺസിന് ഗൺ കൊടുക്കണമെന്ന് അറിയാവോ? ഞാൻ സിറ്റിസണിന് കണ്ടു കൊടുക്കാം. 7299. പിന്നെ ആർക്കാ ഗണ്ണ് വിൽക്കാറുള്ളത്? SRK-യും ഈ ലൊക്കേഷൻ മാത്രം കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ബ്രോ. അല്ല ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്ങുകൾക്ക് ഗണ്ണ് സോഴ്സ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മളതൊരു സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളല്ലോ ഈ ഗാങ്ങുകൾക്ക് ഗണ്ണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. എങ്ങനെയാണ് ഒസാമയുടെ കയ്യിൽ ഈ ഗണ്ണൊക്കെ വരുന്നത്? ഞാൻ എന്റെ കുറച്ചധികം ഈ സുനാമിക്ക് മുമ്പ് ഇവിടെ ഒരു സ്കാം നടന്നപ്പോ കുറച്ചധികം എന്റെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ലോ, അങ്ങനൊന്നും അല്ലല്ലോ. ഒസാമയുടെ കയ്യിൽ നിന്ന് അതൊക്കെ പഴയ സീരിയൽ നമ്പർ ഗണ്ണുകളല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുതിയ ലേറ്റസ്റ്റ് സീരിയൽ നമ്പർ ഗൺസ് എങ്ങനെയാണ് ഒസാമയുടെ കയ്യിൽ നിന്ന് സിറ്റിസൺസിന്റെ നിന്നും ഗ്യാങ്സിന്റെ നിന്നും പോയത്? സുനാമിക്ക് മുമ്പുള്ളതാണെങ്കിൽ
ബ്രോ ഞാൻ മാത്രമാണ് ബ്രോ അതിന് ഇവിടെ ഗണ്ണ് ഡീൽ ചെയ്യുന്നത്. ഇത് ഒസാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് ആ ഗൺ സീരിയൽ നമ്പർ ഉള്ള ആള് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ ബ്രോ. ഒസാമ മാത്രമാണ് ഗണ്ണ് വെക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒറ്റ ഒരാളെ ഒരു സിറ്റിസണിന് എന്റെ മുമ്പിൽ കൊണ്ടുപോവാ ഞാൻ ഗണ്ണ് വിറ്റെന്നും പറഞ്ഞ ഒറ്റ സിറ്റിസണിനെ ഒരു സീരിയൽ നമ്പറായിട്ട് എന്നെ സമ്മതിക്കുന്നത് ഞാൻ സമ്മതിച്ചത്. അല്ല പുതിയ ഗൺസ് അല്ല, പുതിയ ഗൺസ് ഗ്യാങ് സിറ്റിസൺ വേണ്ട, ഗ്യാങ് വിട്ടോ, ഗ്യാങ് എടുത്തോ. ഗ്യാങ്ങിന്റെ കയ്യിൽ പുതിയ സീരിയൽ നമ്പർ ഉള്ള ഗൺ എങ്ങനെ വന്നു? വരത്തില്ല ബ്രോ, എനിക്ക് അത്ര ഷുവറല്ല. ഇല്ലാത്ത കാര്യം വെറുതെ പറയുന്നതിന് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സംസാരം. ഞാൻ ഒരു ചെറിയതായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു പോകുന്നു. എനിക്ക് ഈ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് താല്പര്യമില്ല എടുക്കാൻ. ഒട്ടും എന്റെ രീതി അതല്ല. നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് ചെയ്ത് പോകുന്ന ആളാണ്. സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഒസാമ. ചന്ദ്രനായിട്ട് എന്താ ബന്ധം? ചന്ദ്രനുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മദാരയും കൂടെ ബ്രോന്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഹീലിങ്സ്, ഇല്ലീഗൽ ഹീലിങ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഡീലുണ്ടായി. അപ്പം മന്ദാര പറഞ്ഞ് ഇതേപോലെ ഒരു എവിടെ GR-ന് എന്തൊരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ഒരു ഏകദേശം ഒരു 2 ആഴ്ചത്തോളം എന്നെ നടത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ ചന്ദ്രനാണ് ഇപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത്, അത് ചന്ദ്രനുമായിട്ട് അതങ്ങോട്ട് ഡീൽ ചെയ്തെന്നും പറഞ്ഞാണ് ഞാൻ ചന്ദ്രനെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു 10,000 പീസ് ഹീലിങ്സിന്റെ കാര്യത്തിൽ. അല്ലാതെ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് കോച്ചും വന്നെന്റെ അടുത്ത് സംസാരിച്ച്, നേരത്തെ ഇവിടെ നിന്നില്ല, നേരത്തെ ഒരു ബ്രോ ഇവിടെ നിന്നില്ല, ഒരു പുള്ളി എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചായിരുന്നു കാര്യം. അതെ അതെ അതെ, അങ്ങനെ അതും വന്ന് സംസാരിച്ചായിരുന്നു. ഞാൻ അന്ന് ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്നു. ഇപ്പൊ ഞാനും കണ്ണാപ്പിയും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു. എന്റെ ഒരു അഡ്രസ്സില് കണ്ണാപ്പിക്ക് എന്ത് വേണമെങ്കിലും വിൽക്കാം. അതേപോലെ ഈ മുത്തപ്പാണ്ടി എന്ന് പറഞ്ഞ ആളുമായിട്ട് എന്തൊരു ഡീല് നടന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് എന്റെ പുറകെ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം. പഠിച്ച കള്ളനാ ചന്ദ്രനെ പോലെ തന്നെ. നമ്മളൊക്കെ നല്ല രീതിയിൽ ഇത്ര നാളും ബിസിനസ് ചെയ്തൊന്നും പൊക്കോണ്ടിരുന്നേ ബ്രോ. ഞാനിപ്പം നിങ്ങൾ ഹലോ ഒസാമ പറഞ്ഞോ ബ്രോ, പറഞ്ഞോ ബ്രോ, പറഞ്ഞു. ഒസാമ സുഖമാണോ? സുഖം സുഖം ബ്രോ, സുഖം സുഖം. என்ன ஷவுட் எல்லாம் கம்மி பண்ணிட்டு சவுண்ட் ரொம்ப கம்மியா இருக்கு. സൗണ്ട് കമ്മിയാണോ? ഇവിടെ വലിയ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ലോറയുടെ പ്രപ്പോസൽ പാലം വെച്ച് പ്രപ്പോസ് ചെയ്യുമ്പോ ഇവരാണ് പുറത്തിറക്കി വിട്ടാൻ. ഒരു മിനിറ്റ്. അവന്റെ 5.5 സെന്റ് മണ്ണാണ്, അവന്റെ 5.5 സെന്റ് അടിയാണ്. ചാവാന്തരന് ആദ്യം ഗ്യാങ്ങിന്റെ കാര്യം, പിന്നെ പെണ്ണിന്റെ കാര്യം. ഓക്കെ ഫസ്റ്റ് ഗ്യാങ്. അത് ഇവനേക്ക് തല്ലണം, എനിക്ക് കൈ വെക്കണം. ഇവൻ പറയണ എന്താണെന്നറിയോ? ഇവൻ പറയണത് ഇവനൊന്നും അറിയത്തില്ല. ഇവൻ ചന്ദ്രനായിട്ട് ഭയങ്കര നമുക്ക് വേണ്ടിയിട്ടുള്ള ഹീലിങ്സ് ഡീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന് വേറെ ഒരു പരിപാടി ഇല്ല. സിറ്റിസൺസിന് ഗണ്ണ് വിൽക്കാറില്ല. അല്ലല്ല, ചന്ദ്രൻ എനിക്ക് ഇങ്ങോട്ട് ക്യാഷ് തന്നിട്ടുണ്ട്. എന്തിന് ക്യാഷ് തന്നിട്ടുണ്ട്? ക്യാഷ് എനിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേപോലെ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു 150 CR അടുത്ത് ക്യാഷ് എനിക്ക് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. എന്റെ അബേൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് വേണ്ടി. ഞാൻ ചാവാൻ കിടന്നിട്ട് ഹോസ്പിറ്റൽ ബില്ല് എന്നെ കൊണ്ട് അടപ്പിച്ചിട്ടുള്ളവനാ. ബിസിനസ് ചെയ്യാൻ 150 കോടി കൊടുത്തു. അല്ലല്ല, അതിന് പകരം ഞാൻ 180 തിരിച്ചു കൊടുത്തത്. അപ്പൊ ഗണ്ണ് കൊടുത്തിട്ടില്ല. ഉറപ്പാണല്ലോ. ഗണ്ണ് ഞാൻ എങ്ങനെ ചന്ദ്രന് ഗണ്ണ് കൊടുക്കാൻ? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ചന്ദ്രന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ മേടിച്ചിട്ടില്ല. നീ മേടിച്ചിട്ടില്ല? ഉന്നോட ആളോ അല്ല ഉന്നോட സബ്ബാലോ വെച്ച് മേടിച്ചിട്ടില്ല. അത് എങ്ങനെ ഞാനിപ്പോ എങ്ങനെ അത് എപ്പടി ഉനക്ക് അറിയാമെന്നാ? ഏനാ നീ അല്ലടാ അവരുടെ ബോസ്. ഒരുപാട് പേര് എന്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേര് എന്റെ അടുത്ത് ഇവിടെ ഗണ്ണ് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇത്രയും പേര് ചെല്ലുന്നില്ലല്ലോ. ഇതിന്റെ അടുത്ത് എങ്ങനെയാണ് ഇത്രയും പേര് വരണം? അതാണ് എനിക്ക് അറിയേണ്ടത്. ബ്രോ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു സുനാമിക്ക് മുമ്പൊക്കെ തുടങ്ങിയ ബിസിനസ് ഇത്ര നാളായില്ലേ, ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. മനസ്സിലായില്ലേ കോച്ചേ? ഇവൻ സത്യം പറയുന്നില്ല കോച്ചേ. സത്യം പറഞ്ഞില്ലേ നമ്മൾ എന്താ ചെയ്യാൻ അടുത്ത് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ബ്രോ. നമ്മള് അത്ര സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടല്ലേ ബ്രോ. ജീവനില് പേടി വേണേ, ജീവനില് പേടി വേണേ. இடத்துல வந்து சந்திரனை வந்து நம்ம 12 கண்ணு கொடுத்தா ஒரு நிமிஷம் தான். ഇവിടെ வந்து ഇതേ இடத்துல நீங்க டீல் ചെയ്ത് വാ, ഇവിടെ വാ, ഇങ്ങ വാ ബ്രോ. ഇവിടെ വന്ന് ഞാൻ ഡീൽ ചെയ്തെന്ന് പറഞ്ഞ മൊട്ടയായിട്ടാ. അതാണ് ബ്രോ നീ வந்து സംസാരിച്ച് നീ வந்து പറഞ്ഞു 15 ഗണ്ണുണ്ട്. ഓക്കെ,
ചന്ദ്രൻ 12 കണ്ണാണ് ചോദിച്ച്. ഓക്കെ, ഇല്ലല്ല 15 കണ്ണ് 180 കോടി കിട്ടിയല്ലോ. ഇത് ബ്രോക്ക് ഇവിടെ മനസ്സിലായി, അതാണ് എനിക്ക് മനസ്സിലായി. ബ്രോ വന്നിട്ട് മേലെ ഈ കൂറക്ക് മേലെ ഒളിച്ചിട്ട് കേട്ടിട്ട് இருந்தது. മനസ്സിലായാ? ആ റെക്കോർഡും ഉണ്ട്, എല്ലാം ഉണ്ട് എன்கிட்ட. இன்னும் கூட நீ ஏமாத்திட்டு இருந்தனா இது தப்பு ஒசாமா. அதுக்கப்புறம் இது வேற மாதிரி like you know it will go in a different situation. ഒസാമ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒസാമയ്ക്ക് ഇപ്പൊ സംസാരിക്കുന്ന ഈ പേഷ്യൻസ് അല്ലാത്ത ഒരു മുഖം കൂടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒസാമ ഇനി അതങ്ങ് സമ്മതിച്ചാ മതി. അത് വെറും ഒസാമ ഭയങ്കര കൂളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ലൈക്ക് ഒസാമ എനിക്കിങ്ങനെ ആവാൻ പറ്റിയിട്ടില്ല ഒസാമ. ഞാൻ ആക്ച്വലി ആൾക്കാരുടെ ട്രിഗർ പോയിന്റിൽ ഭയങ്കരമായിട്ട് വീഴും. പക്ഷെ ഒസാമ കണ്ട എന്ത് ഈ കാര്യത്തിലൊക്കെ ഞാൻ ഒസാമയെ കണ്ടു പഠിക്കണം. ഒസാമ എന്ത് കൂളായിട്ട് ഡീൽ ചെയ്യണം അല്ലേ? ബി ലൈക്ക് ഒസാമ. അതാണ് എന്റെ അടുത്ത റെസൊല്യൂഷൻ പോലും അതാണ്. എനിക്ക് ഇങ്ങനെ ആവണം, നിങ്ങളെ പോലെ ആവണം എനിക്ക്. നമ്മൾ ഇത്ര ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇതിലൊന്നും വീഴാതെ ചിരിച്ച് നിൽക്കുന്ന രീതിയിൽ ഇതെങ്ങനെ ഇതിന് എന്തെങ്കിലും ഒരു സീക്രട്ട് ടിപ്പ് ഉണ്ടോ ഇതിന്? അതല്ലേ ബ്രോ, ഞാൻ എത്തിക്സ് ഞാൻ ബിസിനസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നതാ. അല്ലാതെ എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ട് ഇതിനകത്ത് ആവശ്യമില്ല. ബ്രോ തന്നെ ഇവിടെ 100 ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അതെ, ബ്രോ തന്നെ അതിനകത്ത് എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം വേണ്ടേ? അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഉറപ്പായിട്ടും കീപ്പ് ചെയ്യണം. എന്റെ കൂടെ ഉള്ള ഒരു ഡീൽ ചെയ്ത കാര്യം എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ബ്രോ എന്നെ വന്ന് കണ്ടത് ഞാൻ അവിടെ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നിന്നപ്പോഴാണ് എന്നുള്ളത് കണ്ടത്. മനസ്സിലായോ? അവിടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോവായിരുന്നല്ലേ? ഒരു ഡീലിങ് നടക്കാൻ വേണ്ടി പോവായിരുന്നു. ഓപ്പണായിട്ട് പറയുവാണ് ഇപ്പൊ അതിനകത്ത് അതിപ്പോ ക്യാൻസലായി. പക്ഷെ അതിന്റെ അല്ല, അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അതെന്താ ഒസാമയുടെ ഡീല് അങ്ങനെ അങ്ങ് പോവോ? ഒസാമ ഇപ്പൊ ഇന്ന് കിട്ടിയില്ലെങ്കിൽ അവന്റെ ആവശ്യമല്ലേ, അന്വേഷിച്ച് നാളെ വരും ഒസാമയുടെ അടുത്ത്. ഒസാമയുടെ ഡീൽ എങ്ങനെ പോവോ? ഒസാമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെറ്റ്വർക്ക് അത് എത്രയും വലുതല്ലേ? ഇല്ല അങ്ങനെയൊന്നുമില്ല. കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ അത് തന്നെ ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക്. അല്ല ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കറിയാലോ. ഇല്ല ഒരിക്കലും ഇല്ല. അതെ നിങ്ങളുടെ ആസ്തിയാണ്. ഏതാ ബ്രോ? ആസ്തിയാ നെറ്റ്വർക്ക്. നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? നീ ഞാൻ കേട്ടതാണ്. ഇനി തെറ്റാണെങ്കിൽ തിരിച്ചു തരാന്ന് വിചാരിച്ചേ. അയ്യോ, ആസ്തി നെറ്റ്വർക്ക് ആസ്തിയാണെന്ന് നീ പറഞ്ഞു തന്നാലേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ സ്കൂളിൽ പോകാത്തതാണല്ലോ ഞാൻ. കേട്ടില്ല. ബ്രോ, ഞാൻ എന്റെ അറിവില് ഞാനിപ്പോ അടുത്തൊന്നും ARS സെയിൽ എന്റെ ഇന്ന് സെയിൽ ആയി. ഹലോ, അതെനിക്ക് കൺഫേം. ഇതൊക്കെ അടുത്തൊന്നും സെയിൽ ആയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ കൈവഴി ആയിരിക്കത്തില്ല വന്നിരിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് ആകെ ഞാൻ ഇന്നത്തെ ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ ഫ്ലോ വഴി എനിക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു അപ്ഡേറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയിച്ചിട്ട് എന്തായാലും അറിയിക്കാം. അതിനെന്താണ്, നമ്മള് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എന്നെ മതാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് പ്രോബ്ലം. അപ്പൊ ഒസാമ, അത് നമുക്കപ്പൊ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. ഒരു സെക്കൻഡ്. ഇപ്പൊ അത് വരുന്നില്ല ബ്രോ, എന്തൊരു വിഷയമുണ്ട്. കുറെ ദിവസം ഞാൻ തുടങ്ങി. എല്ലാരും മാറി. ഇല്ല അതിന്റെ അല്ലേ ബ്രോ, അത് വരുന്നില്ല. കുറെ അപ്പൊ കുറെ നാളായി നമ്മൾ ഇതിന്റെ പുറകില് ജസ്റ്റ് അപ്പൊ നിങ്ങളുടെ സൈഡൊന്നും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളിപ്പോ കൊണ്ടുവന്നത്. അല്ലാതെ നമുക്ക് വേറെ അങ്ങനെ ഉപദ്രവം അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങളൊരു മൈൻഡ് സെറ്റ് ഇല്ല നമുക്ക്. മനസ്സിലായി. നിങ്ങളുടെ ഡീലൊക്കെ നടക്കണം. നമ്മള് കൊണ്ടുവിടണോ അതോ ഇവിടുന്ന് പൊക്കോളൂ? ഇല്ല കുഴപ്പമില്ല. ഓക്കെ. കണ്ണാപ്പി ബ്രോക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്ന വഴിക്ക് വണ്ടി. കണ്ണാപ്പി അതോടെ ഒന്ന് ചോദിച്ചേരാ. അവൾക്ക് ലോറയ്ക്കാണെങ്കിലേ എന്താണ് പൊളിഞ്ഞിരിക്കുന്ന പാലത്തിൽ പ്രപ്പോസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അണ്ണ ഞാനാണെങ്കിൽ സിറ്റിയിലാകെ പൊളിഞ്ഞിരിക്കുന്ന പാലം ഇങ്ങേറെ വീട്ടിൽ മറ്റേ പ്ലേ ബോയ് മാൻഷനുള്ള ഒരു പാലം ഇല്ലാണ് ബാക്ക് സൈഡിലായിട്ട്. അപ്പൊ അവിടെ പോയി പ്രപ്പോസ് ചെയ്തോണ്ടിരുന്നപ്പം ഇവന്റെ കൂടെയുള്ള രണ്ടാമന്മാര് വന്നിട്ട് ഇത് ഒസാമ അടിച്ചു കൊല്ലും. TV ആണോ ഇവനാണോ നോക്കല് ഇപ്പൊ അടിച്ചു കൊല്ലുന്നു. അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അത്? ഞാൻ അങ്ങനെയല്ലേ ബ്രോ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ എല്ലാരെയും അതിനകത്ത് ഒരാളെ പോലെ അതിനകത്ത് ഗേറ്റിൽ ലോക്ക് പോലും വെച്ചിട്ടില്ല. എല്ലാരും വന്ന് പോകുന്നതാണ്. നമുക്കെന്താണ് ഒസാമ ഇത്?
പുതിയ 2 പിള്ളേരെ ബ്രോ അന്ന് തന്നെ അവരെ ഞാൻ പറഞ്ഞു വിടുകയും ചെയ്യും. ഈ ഒരു വിഷയം ഉണ്ടായപ്പോ തന്നെ ഞാൻ അവിടെ പറഞ്ഞു വിടുകയും ചെയ്യും. മനസ്സിലായോ? പുതിയതായിട്ട് വന്ന പിള്ളേരെ ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ കണ്ണാപ്പി ബ്രോനെ വിളിച്ചായിരുന്നു. അന്ന് എന്തോ സിറ്റുവേഷൻ ആയിട്ട് തിരക്കിലായിരുന്നു. ക്ലിയർ ചെയ്യാൻ കരഞ്ഞൊക്കെ പറയണ എങ്ങനെയാണ് കരഞ്ഞല്ലേ ബ്രോ കാര്യം പറഞ്ഞത്. പറഞ്ഞതിന്റെ കുറവുണ്ടായിരുന്നു. ശരി കുഴപ്പമില്ല ബ്രോ, അത് വിട്ടാരം നമ്മളങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതല്ല കേട്ടോ. പിന്നെ അത് ചോദിക്കാനൊന്ന് വിട്ടുപോയി. ഓ പിന്നെ പിടിച്ചു വെക്കാൻ പറ്റും. വാസു இப்ப விட போறியா கோச்? இவന്റെ வாயில ஒன்னும் கிட்டாம போகல என்கிட்ட. சரி நீ எனக்கு ஒரு ஹாய் அனுப்பு, ஒரு ஏதாச்சும் ஒரு மெசேஜ் அனுப்பு. എന്താ என்னோட നമ്പർക്ക് എനിക്ക് ഫോൺ എന്റെ നമ്മൾ അവന്റെ അടുത്ത് പറഞ്ഞല്ലോ നമ്മൾ നിന്റെ മിസ്റ്റർ ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ള കാര്യമൊന്നും. എന്താ കേട്ടില്ല? ഒരു ഡീൽ സംസാരിച്ചു சொன்னல അണ്ണാ ഇവനെ മിസ്റ്റർ എക്സ് തപ്പുന്നുണ്ട്, മനസ്സിലായി? അപ്പൊ നമ്മൾ ഇവനെ വരട്ടായിരുന്നു. നമുക്ക് കൊണ്ട് സത്യങ്ങൾ നീ പറഞ്ഞില്ല, നമ്മൾ നിന്നെ മിസ്റ്റർ എക്സ് ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞ് വരട്ടായിരുന്നു, മനസ്സിലായ? ഇല്ല ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ അവന്റെ അടുത്ത് ഒന്നും കിട്ടാൻ പോകണില്ല. നമ്മള് ചോദിച്ചാലും മനസ്സിലായ ഒന്നും കിട്ടാൻ പോകണില്ല. പകരം നമ്മുടെ കാര്യങ്ങൾ ടാക്സി വിളിക്കാനേ ഫോൺ, നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആയി ഇവന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവനെ വിട്ടുകൊടുക്കുക. സംസാരിച്ചിട്ട് കോച്ച് ഞാൻ പറഞ്ഞേക്ക് ഇവനെ പുറകിൽ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്നില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി എന്നുള്ള ഇൻഫോ ഇവൻ ഇന്ന് ചന്ദ്രന് പാസ് ചെയ്യും. മനസ്സിലായ? എന്നിട്ട് ഇവ ഫ്രീ ആയിട്ട് നടക്കട്ടെ, എന്നിട്ട് വീണ്ടും തൂക്കാം. പോട്ടെ, எனக்கு உன்னோட இதுல இருந்து ஒரு மெசேஜ் அனுப்பு. വെയിറ്റ് ചെയ്തിട്ട് ഇവന്റെ ഫോൺ കൊടുത്തിട്ട് വരട്ടെ.